പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ. ആഗോളതലത്തിൽ നിരീശ്വരവാദം ശക്തിപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. ആത്മീയത, ദൈവവിശ്വാസം, മതം, മതാചാരങ്ങൾ എന്നിവയ്ക്ക് പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരു ലോകവ്യവസ്ഥിതിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കേരളത്തിൽ എസൻസ് ഗ്ലോബൽ പോലെയുള്ള നിരീശ്വരവാദ സംഘടനകൾ രൂപപ്പെട്ടതോടെ മതങ്ങളെയും ഈശ്വരവിശ്വാസത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ദൈവനിഷേധികളായി അനേകായിരങ്ങളാണ് ഓരോ ദിവസവും വിവിധ മതങ്ങളിൽ നിന്ന് മുന്നോട്ട് വരുന്നത്. പുതിയ തലമുറ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് തൃപ്തികരവും ശാസ്ത്രീയവുമായ മറുപടിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ യുവതി യുവാക്കൾ ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് പകരം സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുകയെന്നത് മാനുഷിക പ്രവണതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം അവരെ കേൾക്കേണ്ടത്. സുവ്യക്തവും ശാസ്ത്രീയവുമായ ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം മനുഷ്യരായ നമ്മുടെ സഹജ വാസനയാണ്. ഉത്തരങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണമാണല്ലോ ഇന്നുള്ള എല്ലാ ഭൗതിക നേട്ടങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ശാസ്ത്ര വിഷയങ്ങളിൽ ആഴമേറിയ പഠനങ്ങളും അന്വേഷണങ്ങളും നടത്തി കിറുകൃത്യതയാർന്ന ഉത്തരം നമുക്ക് ലഭിക്കുന്ന ഈ കാലത്ത് ആത്മീയ വിഷയങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ആഴമേറിയ ചോദ്യങ്ങൾക്ക് മതവും ഉപദേഷ്ടാക്കളും പരിഹാരം നൽകുമെന്ന പ്രതീക്ഷയാണ് ഏവർക്കുമുള്ളത്. അതിനാൽ ദൈവം, ആത്മീയത എന്നീ വിഷയങ്ങൾക്ക് കൃത്യവും താത്വികവും തൃപ്തികരവുമായ ഉത്തരമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ദൈവമുണ്ടോ? എവിടെയാണ് ദൈവം? എന്താണ് ദൈവത്തിന്റെ പ്രകൃതം? എങ്ങനെയാണ് ദൈവത്തിന്റെ രൂപം എങ്ങനെയാണ് കാണപ്പെടുന്നത്? എന്നിങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ മസ്തിഷ്കത്തെ ചൂടുപിടിപ്പിക്കുമ്പോൾ അതിനൊന്നും തൃപ്തികരമായ ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാണ്, ലളിതമായി പറഞ്ഞാൽ, പലരും ദൈവമില്ലെന്ന് പ്രഖ്യാപിച്ച് നാസ്തികരായി മാറുന്നത്. ഭൗതിക ലോകം ശക്തിപ്പെടുകയും ദൈവം, ആത്മീയത എന്നിവയൊന്നും ഇനിയുള്ള കാലത്ത് പ്രസക്തമല്ലെന്നും കരുതുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പോലീത്തായുമായിരുന്ന കല്ലിസ്റ്റസ് സുവെയർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തീയതയുടെ ദൗത്യം എല്ലാ ചോദ്യങ്ങൾക്കും എളുപ്പമുള്ള ഉത്തരങ്ങൾ നൽകുകയല്ല, നമ്മെ ഒരു രഹസ്യത്തെക്കുറിച്ച് ക്രമേണ ബോധവാന്മാരാക്കുകയാണ്. ദൈവം നമ്മുടെ അറിവിന്റെ വിഷയമല്ല, നമ്മുടെ വിസ്മയത്തിന്റെ കാരണമാണ്. ബിഷപ്പ് കല്ലിസ്റ്റസ് സുവെയറിന്റെ ഈ പ്രസ്താവനയെ ആസ്പദമാക്കിയാണ് വിശ്വാസവും നാസ്തികതയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില വസ്തുതകൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈശ്വരവിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതുവായ ധാരണകളെയെല്ലാം ചോദ്യം ചെയ്യുന്ന ഒന്നാണ് കല്ലിസ്റ്റസ് ബിഷപ്പിന്റെ ഈ പ്രസ്താവനയിലുള്ളത്. ആത്മീയതയുടെ ആഴം കേവലം അറിവിനും യുക്തിക്കും അപ്പുറമുള്ള ഒരു നിഗൂഢതയാണെന്ന് ബിഷപ്പ് കല്ലിസ്റ്റസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗണിതശാസ്ത്രത്തിലെ പ്രശ്നങ്ങൾക്ക് യുക്തിഭദ്രമായ ഉത്തരം തേടുന്നത് പോലെ ആത്മീയ വിഷയങ്ങളെ സമീപിക്കുന്നവരുണ്ട്. സൂത്രവാക്യങ്ങളും കൂട്ടലും കിഴിക്കലുമായി ഉത്തരം തേടി ഒടുവിൽ
ആത്യന്തിക ഉത്തരത്തിലെത്തുമ്പോഴുണ്ടാകുന്ന ഒരു ത്രിൽ വിശ്വാസത്തിലും എല്ലാവരും പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ കൃത്യതയാർന്ന ഉത്തരത്തിനും യുക്തിക്കും മാത്രം വഴങ്ങുന്ന ഒരു പ്രതിഭാസമല്ലെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ ജീവിക്കുന്നില്ലേ? യുക്തിരഹിതമായ പലതിനെയും അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ടല്ലോ. നിരാശയുടെ സന്ദർഭത്തിലും സന്തോഷം കണ്ടെത്തുക, വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാൻ കഴിയുക, വേദനിക്കുമ്പോഴും പുഞ്ചിരിക്കാൻ കഴിയുക. നീതിമാന് എന്തുകൊണ്ട് കഷ്ടതയുണ്ടാകുന്നു? വാസ്തവത്തിൽ ഈ ചോദ്യം ചരിത്രപരമായി ബൈബിളിലെ ആദ്യ ഗ്രന്ഥമായ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ മൊത്തം പ്രമേയമാണ്. ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി നിഷ്കളങ്കനായി നീതിമാനായി ജീവിച്ച വ്യക്തി എന്നാണ്. ഇപ്രകാരം ഒരു വ്യക്തി എന്തുകൊണ്ട് ഭീകരമായ കഷ്ടതയിൽ അകപ്പെടുന്നു? ഇതിനെയെല്ലാം പൂർണ്ണമായി വിശദീകരിക്കുവാനായിട്ട് ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. അതായത് നമ്മുടെ യുക്തിക്ക് തൃപ്തികരമായ ഉത്തരം നൽകാൻ കഴിയാത്ത എത്രയോ പ്രതിഭാസങ്ങൾ നാം അനുദിന ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കല്ലിസ്റ്റസ് മെത്രാൻ പറയുന്നത് ദൈവം നമ്മുടെ അറിവിന്റെ ലക്ഷ്യത്തെക്കാൾ ഉപരിയായി നമ്മുടെ അത്ഭുതത്തിന് കാരണമാകുന്നു എന്നാണ്. ഒരു വസ്തുവിനെ നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള സർവ്വതും നമ്മുടെ ബോധമണ്ഡലത്തിന്റെ ബുദ്ധിയുടെ പരിധിക്കുള്ളിൽ ഒതുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഈ ശരീരം, മെഡിക്കൽ സയൻസ് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് എത്രയോ വലിയ അറിവാണ് ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ അറിവുകളെല്ലാം ഗവേഷകരും ഡോക്ടർമാരും ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ അവർ കണ്ടെത്തുകയും അത് പഠിച്ച് അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിന് തുല്യമായ രീതിയിൽ ആദിയും അന്ത്യവുമില്ലാത്തവനും സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തെ നമ്മുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ഒതുക്കി നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ആത്മീയ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്നത്. ഇപ്രകാരം ദൈവത്തെ ബുദ്ധിയിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ദൈവികതയെ നോക്കി വിസ്മയിക്കുവാനായിട്ടാണ് കല്ലിസ്റ്റസ് ബിഷപ്പ് നമ്മളോട് പറയുന്നത്. സങ്കീർത്തനത്തിൽ നിരവധി ഇടങ്ങളിൽ ദൈവത്തെ നോക്കിയുള്ള മനുഷ്യന്റെ വിസ്മയ പ്രകടനങ്ങൾ കാണാം. ഉദാഹരണത്തിന് 8-ാം സങ്കീർത്തനം നോക്കുക. ഭൂമിയിലെങ്ങും ദൈവത്തിന്റെ നാമം മഹനീയമാണ്. അവിടുത്തെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണ് ഉള്ളത്. ഇപ്രകാരമുള്ള നിരവധി സങ്കീർത്തന വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പേര് അറിയുന്നില്ലെങ്കിലും മറഞ്ഞിരിക്കുന്ന ആ പേര് മനുഷ്യോൽപത്തി മുതൽ സകലരെയും അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഗ്രിഗറി നിസ എന്ന സഭാപിതാവ് പറഞ്ഞിട്ടുള്ളത്. പ്രപഞ്ചത്തിന്റെ വിശാലത കാണുമ്പോഴും ഒരു പരമാണുവിൽ കുടികൊള്ളുന്ന ജീവനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉയരുന്ന അത്ഭുതത്തിന്റെ ഒരു തലമുണ്ട്. അപ്രകാരം ദൈവികതയെ വീക്ഷിക്കുമ്പോൾ വിശ്വാസം ഒരു പുതിയ തലത്തിലേക്ക് മാറ്റപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടും. വാസ്തവത്തിൽ ദൈവികതയ്ക്ക് മുന്നിൽ വിസ്മയത്തോടെ നിൽക്കുമ്പോൾ അത് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതായി നമുക്ക് തോന്നും. ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് ആത്മീയത എന്ന ചിന്ത ക്രൈസ്തവ ആത്മീയതയുടെ രൂപമല്ല എന്ന് ഓർക്കണം. ഈ കാഴ്ചപ്പാടിൽ
നമ്മുടെ വിശ്വാസം എന്നത് ഒരു കൂട്ടം മതനിയമങ്ങളോ സൂത്രവാക്യങ്ങളോ അല്ലെന്ന് നമ്മൾ തിരിച്ചറിയും. ഇത് തുടർച്ചയായ ചോദ്യങ്ങളുടെയും അന്വേഷണത്തിൻ്റെതുമായ ഒരു ജീവിതമാണ്. ബൈബിളിലെ ഏറ്റവും വലിയ ചോദ്യം 89-ാം സങ്കീർത്തനത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വലിയ ആത്മീയതയും തത്വചിന്തയും അവതരിപ്പിക്കുന്ന ആ സങ്കീർത്തനത്തിൽ ആത്മബോധത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് അതിന്റെ മധ്യത്തിൽ നിന്നും ആരെയും ഞെട്ടിച്ചുകൊണ്ട് നിരാശയോടെ ഒരു ചോദ്യം ഉയരുന്നത്. എന്താണ് ആ ചോദ്യം? ഫോർ വാട്ട് ഫ്യൂട്ടിലിറ്റി യു ഹാവ് ക്രിയേറ്റഡ് ഓൾ മെൻ. എന്തു മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു. എന്തു മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു. അല്ലെങ്കിൽ have you created everyone for nothing? എന്തു മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെയൊക്കെയും സൃഷ്ടിച്ചു. ഇതാണ് ബൈബിളിൽ ദൈവത്തോടുള്ള ഏറ്റവും ശക്തമായ ചോദ്യം എന്ന് ഞാൻ കരുതുന്നു. വലിയ ചോദ്യമാണിത്. ഇപ്രകാരം ചോദിച്ചയാൾ ചെറിയ വ്യക്തിയല്ല. അദ്ദേഹം മഹാജ്ഞാനിയാണ്. സോളമന്റെ ജ്ഞാനത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആ വിജ്ഞാനത്തോടാണ്. അദ്ദേഹത്തിന്റെ പേര് ഒരു പക്ഷേ അനേകർക്കും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ പേര് എസ്രാഹ്യനായ ഏഥാൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 4:31 ആ വ്യക്തിയെക്കുറിച്ച് പരാമർശിച്ചു കാണുന്നത്. സംശയമുള്ളവന് സൃഷ്ടാവിനോട് ഇപ്രകാരം ചോദ്യം ചോദിക്കാൻ കഴിയുന്നത് കൂടിയാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയത. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏഥാനെ കോട്ട് ചെയ്തത്. ഇതിനെല്ലാം ഉത്തരം ലഭിച്ചത്, ഏഥാന്റെ ചോദ്യത്തിനും എല്ലാം ഉത്തരം ലഭിച്ചത് യേശു ക്രിസ്തുവിൽ കൂടിയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശു പറഞ്ഞു. ഏഥാന്റെ ചോദ്യം എന്തായിരുന്നു? എന്തു മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെ സൃഷ്ടിച്ചു? യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ചോദ്യങ്ങൾക്ക് സംതൃപ്തിദായകമായ ഉത്തരം പ്രതീക്ഷിക്കുന്നതിന് പകരം ചോദ്യത്തെ തന്നെ അത്ഭുതമായി കാണുവാനും ആ അത്ഭുതത്തിൽ ലയിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്ന ആത്മീയതയുടെ പിന്തുടർച്ചയാണ് ക്രിസ്തീയ വിശ്വാസം. പഴയ നിയമകാല ഭക്തന്മാരെ പ്രേരിപ്പിച്ച ദൈവാന്വേഷണത്തിന്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ, ഇത്തരം ഗഹനങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ കൂടി അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ക്രിസ്തീയതയിലും ഇപ്രകാരം വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത്തരം ഒരു വലിയ ചോദ്യമാണ് പൗലോസ്ലീഹ ചോദിച്ചത്. അയ്യോ, ഞാൻ ദുർഭഗനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ മോചിപ്പിക്കും? റോമാലേഖനം 7:24. പൗലോസ്ലീഹ ഉയർത്തിയ ഒരർത്ഥത്തിൽ ഈ നിരാശ നിറഞ്ഞ ചോദ്യമാണ് വാസ്തവത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ക്രിസ്തീയ ജീവിത പന്ഥാവിൽ എത്രയോ ദൂരം മുന്നേറിയതിനു ശേഷമാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഈ ചോദ്യത്തിനൊടുവിൽ അദ്ദേഹം കണ്ടെത്തിയ ഉത്തരം അതിലേറെ അത്ഭുതകരമാണ്. അത് ആരെയും ആശ്വസിപ്പിക്കുന്നു, പ്രത്യാശ പകരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. വാക്യം 25. വിസ്മയിപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാണ് ജീസസ് ക്രൈസ്റ്റ്. യവനർ തേടിയെത്തുന്ന വിജ്ഞാനവും യഹൂദർ തേടി നടക്കുന്ന അടയാളങ്ങളും ക്രിസ്തുവിലാണ് കണ്ടെത്തുന്നത്. ഈ രണ്ടു കൂട്ടർക്കുമുള്ള മറുപടി യേശുക്രിസ്തു മാത്രമാണെന്ന് ധന്യനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ചിട്ടയായി ലഭിച്ച ഉത്തരങ്ങൾ നൽകുന്ന ആ സംതൃപ്തിയല്ല, ദൈവികതയിൽ പരിലസിക്കുന്ന രഹസ്യാത്മകതയ്ക്ക് മുന്നിൽ അത്ഭുതത്തോടെ നിൽക്കുന്ന അനുഭവമാണ് ക്രിസ്ത്യൻ ആത്മീയത. ഇതാണ് ബിഷപ്പ് കല്ലിസ്റ്റസ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. നമുക്ക് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, ആത്മീയ രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ട് സകലതും പകൽ പോലെ വെളിപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ആത്മീയതയുടെ അത്യുന്നതി എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ദൈവീകത എന്നത് വലിയൊരു രഹസ്യമാണ്. ഇവിടെ രഹസ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മറഞ്ഞിരിക്കുന്നതെന്നോ അടച്ചു വച്ചിരിക്കുന്നതെന്നോ അല്ല. ക്രിസ്തീയ വീക്ഷണത്തിൽ രഹസ്യം അല്ലെങ്കിൽ മർമ്മം എന്നത് വെളിപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ വെളിപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ ദൈവത്തെ സംബന്ധിച്ചുള്ളതാണ് എന്നാണ് നാം ഓർമ്മിക്കേണ്ടത്. അതിനാൽ ദൈവീകതയുടെ ആഴങ്ങളിലേക്കാണ് ഈ രഹസ്യം നമ്മെ നയിക്കുന്നത്. ദൈവീകതയിൽ നിർലീനമായിരിക്കുന്ന രഹസ്യങ്ങൾ മനുഷ്യ മനസ്സിന് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയാത്തതും എന്നാൽ നിരന്തരം പഠിക്കാൻ കഴിയുന്നതുമായ വിശാലവും അക്ഷയവുമായ ഒരു സത്യത്തിലേക്കുള്ള യാത്രയാണ്. ദൈവത്തിന്റെ ആഴങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ദൈവത്തിന്റെ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ധന്യനായ പൗലോസ്ലീഹ എഴുതി, ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം, അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം. എന്തെന്നാൽ ദൈവത്തിന്റെ മനസ്സറിഞ്ഞത് ആർ, അവിടുത്തേക്ക് ഉപദേഷ്ടാവായത് ആർ, തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തത് ആർ. റോമാലേഖനം 11-ാം അധ്യായം. അതിനാൽ ദൈവത്തെ പൂർണ്ണമായി അറിഞ്ഞ് അവിടുത്തെ ബൗദ്ധികമായി അടക്കി ഭരിക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നർത്ഥം. ആയതിനാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദൈവാന്വേഷണം എന്നത് നിരന്തരമായി ദൈവിക രഹസ്യങ്ങളിലേക്കുള്ള വിസ്മയാവഹമായ ഒരു യാത്രയാണ്. ഈ യാത്ര ദൈവിക ജീവനിലേക്കാണ് നമ്മെ പ്രവേശിപ്പിക്കുന്നത്. ദൈവത്തെയും അവിടുത്തെ ഉദ്ദേശങ്ങളെയും വഴികളെയും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ മനുഷ്യബുദ്ധിക്ക് കഴിയില്ലെന്ന് മറ്റൊരിടത്തുകൂടി പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തെക്കുറിച്ച് ലഭിക്കുന്ന അറിവ് ഒരിക്കലും സമാപ്തമായ ഒന്നല്ല, അത് ഭാഗികം മാത്രമാണ്. അതിനാൽ സ്ലീഹ പറയുന്നു, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. സഭാപിതാക്കന്മാരും ഇക്കാര്യം ആവർത്തിക്കുന്നു. നിസായിലെ വിശുദ്ധ ഗ്രിഗറി മോശയുടെ ജീവിതം എന്ന കൃതിയിൽ എഴുതിയത് ദൈവത്തെ അറിയുവാനുള്ള ആഗ്രഹത്തിൽ ഒരിക്കലും നാം സംതൃപ്തരാകരുത് എന്നാണ്. മതം പലപ്പോഴും മാറി മാറിയുള്ള വാദപ്രതിവാദങ്ങളോ ധാർമ്മിക നിർദ്ദേശങ്ങളോ ആയി ചുരുക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ബിഷപ്പ് കല്ലിസ്റ്റസ് വെയറിന്റെ ഉൾക്കാഴ്ച വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. ക്രിസ്തീയത തീർച്ചയായും തത്വചിന്തയെയും യുക്തിയെയും ഉൾക്കൊള്ളുകയും ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന് ആധാരം തത്വചിന്തയും ധാർമ്മികതയും മാത്രമാകുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തെ ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തീയത വിശ്വാസിയെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയാണെന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു നിഗമനത്തിലേക്കും ഉത്തരത്തിലേക്കും എത്തിച്ചേരാൻ
പൗലോസ്ലീഹ എത്രയോ ചോദ്യങ്ങൾ സ്വയം ഉയർത്തി കാണും. ഇതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൽ ഉത്തരങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഉത്തരങ്ങൾക്ക് ഒപ്പം തന്നെ ചോദ്യങ്ങളും ഏറെ പ്രസക്തിയുള്ളതാണ് എന്നതാണ് കാര്യം. ചോദ്യങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഇടത്താണ് യഥാർത്ഥ വിശ്വാസം നിലനിൽക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ കല്ലെറിയുന്ന ആ പ്രാകൃത മതബോധം ജനങ്ങളെ മതത്തിൽ നിന്നും, ആത്മീയതയിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കളയും. സുവിശേഷങ്ങളിൽ നോക്കുക, യേശുക്രിസ്തു എല്ലാ ചോദ്യങ്ങൾക്കും നേരിട്ട് ഉത്തരം നൽകുന്നതിന് പകരം പലപ്പോഴും ഉപമകളിലൂടെയോ മറുചോദ്യങ്ങളിലൂടെയോ വെല്ലുവിളികളിലൂടെയോ പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഉപമകളിലൂടെ മറുപടി നൽകുന്നത് എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്കത് ലഭിച്ചിട്ടില്ല. അവന്റെ ഉപമകൾ അവിടുത്തെ ശ്രോതാക്കളെ കൂടുതൽ ആഴത്തിലുള്ള ചിന്തയിലേക്കും ചോദ്യങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും ആകർഷിക്കാൻ പര്യാപ്തമായിരുന്നു. ഇന്നും യേശുക്രിസ്തു പഠിപ്പിച്ച ഉപമകൾ പലതും കാലികമായി പുതിയ അർത്ഥതലങ്ങളിലേക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയും. ഓരോ കാലഘട്ടത്തിലും ഈ ഉപമകളുടെ വ്യാഖ്യാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. കാലം മാറുന്നതിനനുസരിച്ച് ചോദ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമല്ലോ. പുതിയ നിയമം പരിശോധിച്ചാൽ എത്രയോ വിഷയങ്ങളെ സംബന്ധിച്ച് അത് മൗനം പാലിക്കുന്നു എന്ന് നമ്മൾ കാണും. ഉദാഹരണത്തിന് യേശുക്രിസ്തുവിന്റെ ദൈവത്വം, മനുഷ്യത്വം, പരിശുദ്ധ തൃത്വം എന്നിങ്ങനെയുള്ള നിരവധി വിഷയങ്ങളോട് ബൈബിൾ നിശബ്ദമാണ്. ഇവിടെ ഉയർന്നത് അനേകായിരം ചോദ്യങ്ങളാണ്. നൂറ്റാണ്ടുകളോളം വിശ്വാസ ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്ന ചോദ്യങ്ങളാണ് ഒടുവിൽ ഒരുവിധം പരിസമാപ്തിയിലെത്തുന്നത്, അല്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്തുന്നത്. അതായിരുന്നു AD 325 ആദ്യത്തെ നിക്കിയ സുന്നഹദോസ്. അവിടെ നൽകിയ ഉത്തരങ്ങൾക്ക് മേൽ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം ചോദ്യങ്ങളും തർക്കങ്ങളും വാദങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നു. ഒടുവിൽ കോൺസ്റ്റാന്റിനോപ്പിൾ സുന്നഹദോസിൽ കുറെയൊക്കെ ഉത്തരങ്ങൾ ലഭിച്ചു. വീണ്ടും അവിടെ ചോദ്യങ്ങൾ ഉയർന്നു. അതിനുള്ള ഉത്തരമാണ് എഫെസോസ് സുന്നഹദോസിൽ ലഭിച്ചത്. തുടർന്നും കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി സഭയിൽ വിശ്വാസ സംബന്ധിയായ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ചോദ്യങ്ങളെ അവഗണിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് സഭയ്ക്കെന്നല്ല ഒരു പ്രസ്ഥാനത്തിനും മുന്നേറുവാനായിട്ട് കഴിയില്ല, ഒരു മതത്തിനും മുന്നേറുവാൻ കഴിയില്ല. എന്നാൽ സഭ നൽകുന്നതെല്ലാം ഉത്തരങ്ങളാണെന്ന് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നുമെങ്കിലും ബിഷപ്പ് കല്ലിസ്റ്റസ് പറഞ്ഞതുപോലെ അവയൊന്നും ഉത്തരങ്ങളല്ല, അവയെല്ലാം നമ്മെ വിസ്മയിപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ മാത്രമാണെന്ന് അവയെ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ക്രൈസ്തവ വിശ്വാസം പങ്കുവയ്ക്കുന്ന ഏതൊരു വിഷയം നിങ്ങളെടുത്ത് നോക്കിയാലും അവയെല്ലാം വിസ്മയിപ്പിക്കുന്ന കുറെ ചോദ്യങ്ങളുടെ സംയുക്തമാണെന്നായിരിക്കും ഒടുവിൽ നമുക്ക് മനസ്സിലാവുക. ആധുനിക ലോകത്ത് നാം നേടിയെടുക്കുന്ന എല്ലാ അറിവുകളുടെയും കൈവശാവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിലൂടെ അറിവിന് കാരണമായ സംഗതിയുടെ നിയന്ത്രണം നമുക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ കുട്ടിയായിരിക്കുമ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ കാണുന്നു. വലിയ വിസ്മയവും ആകാംക്ഷയും അതിലുണ്ട്. ഈ ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ് പ്രായപൂർത്തിയായപ്പോൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുവാനായിട്ടുള്ള ശ്രമം ആരംഭിക്കുന്നത്. മോട്ടോർ ബൈക്ക് എന്ന ആ ആകാംക്ഷ നിറഞ്ഞ ആ വാഹനത്തെ സംബന്ധിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്ന വിധമെല്ലാം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു. ഈ പഠനം മുറുകുന്തോറും ആകാംക്ഷയ്ക്ക് അവിടെ സ്ഥാനമില്ലാതാകുന്നു.
അറിയും തോറും ആകാംക്ഷ നഷ്ടപ്പെടുന്നു. ആ വാഹനത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മളാണ് അതിന്റെ ബ്രെയിൻ. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ഗിയറുകൾ മാറ്റുന്നു, വേഗത കൂട്ടുന്നു, കുറയ്ക്കുന്നു. ഇങ്ങനെ പലതും സാധ്യമാകുന്നു. ഈ ഘട്ടത്തിൽ ആകാംക്ഷയുണ്ടോ? ആകാംക്ഷയില്ല. എന്നാൽ ക്രിസ്തീയത ദൈവത്തെ ഒരിക്കലും ഒരു മോട്ടോർ ബൈക്ക് പഠനത്തിന് തുല്യമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരുവനായിട്ടല്ല, ഒരു ബീയിങ് ആയിട്ടല്ല അവതരിപ്പിക്കുന്നത്. ദൈവത്തെ അറിയുക എന്നാൽ നമ്മുടെ ബുദ്ധിയിൽ സ്വന്തമാക്കി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരുവനായിട്ടല്ല സഭ പഠിപ്പിക്കുന്നത്. ദൈവത്തെ അറിയുക എന്നാൽ ദൈവിക ജീവനിൽ പങ്കാളിയാവുക എന്നാണ് അർത്ഥം. 4-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ അത്തനാസിയോസ് തന്റെ ഇൻകാർനേഷൻ, മനുഷ്യാവതാരം എന്ന ഗ്രന്ഥത്തിൽ എഴുതിയത്, അവൻ മനുഷ്യനായത് നമ്മൾ അവന്റെ ജീവനിൽ, ദൈവിക ജീവനിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ് എന്നായിരുന്നു. ദൈവം ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തിൽ പങ്കാളിയായി, അങ്ങനെ മനുഷ്യനെ അറിയുകയായിരുന്നു. അതുപോലെ നമ്മൾ ദൈവിക ജീവനിൽ പങ്കാളിയായി ദൈവത്തെ അറിയുന്നതാണ് വിശ്വാസ ജീവിതത്തിന്, ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന് ആധാരം. ഇതിനെയാണ് ദൈവാന്വേഷണം എന്ന് പറയുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചത്, ദൈവത്തിന്റെ പ്രവൃത്തികളുടെ രീതിയെ അറിയുവാനല്ല, അത് കണ്ട് അവയിൽ വിസ്മയിക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ രീതിയെ അറിയുവാനല്ല, അത് കണ്ട് വിസ്മയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. ബുദ്ധിയുടെ ആധിപത്യം നിലനിൽക്കുന്ന ഇന്നത്തെ ലോകത്ത് ദൈവത്തെ വെറുമൊരു ആശയമോ സങ്കല്പവുമോ ആയി ചുരുക്കുന്ന ഒരു പ്രവണതയാണ് നിരീശ്വരവാദം ഉയർത്തുന്നത്. എന്നാൽ മനുഷ്യൻ എത്രമേൽ ബുദ്ധിമാനായാലും ഗ്രഹിച്ചു തീർക്കാൻ കഴിയാത്ത രഹസ്യമാണ് ദൈവികതയിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ഈ യുക്തിയാണ് ക്രൈസ്തവ വിശ്വാസം മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രിഗറി നൈസിയാൻസ് പഠിപ്പിച്ചത്, ദൈവത്തെപ്പറ്റി ചിന്തിക്കുക തന്നെ ദുഷ്കരമാണ്, അവനെ വാക്കുകളിൽ നിർവചിക്കുക അസാധ്യവുമാണ് എന്നായിരുന്നു. വിശ്വാസത്തെ തർക്കങ്ങളിലൂടെ ജയിക്കുവാനുള്ള ഒന്നായിട്ടല്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവിക ജീവനിൽ പങ്കാളികളാകുമ്പോൾ അനുഭവപ്പെടുന്ന ആ വിസ്മയമുണ്ടല്ലോ, അതിന് സാക്ഷികളാകുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രൈസ്തവ വീക്ഷണത്തിൽ വിശ്വാസം എന്നത് മനുഷ്യന്റെ ധാരണയുടെയും ചിന്താമണ്ഡലത്തിന്റെയും പരിധിക്കപ്പുറമുള്ള ഒന്നിനു മുന്നിൽ വിസ്മയത്തോടെ നിൽക്കുക എന്നതാണെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു. യഥാർത്ഥ അറിവ് അത്ഭുതത്തെ ഇല്ലാതെയാക്കുകയല്ല, അതിനെ തീവ്രമാക്കുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രജ്ഞന്മാർ പലപ്പോഴും പ്രപഞ്ചത്തിന്റെ സങ്കീർണതയെക്കുറിച്ച് അത്ഭുതത്തോടെ സംസാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ സ്നേഹം, മനുഷ്യാവതാരം, നിത്യരക്ഷ, നിത്യജീവൻ എന്നിവയുടെ ആ രഹസ്യത്തിനു മുന്നിൽ വിസ്മയത്തോടെ നിൽക്കാനാണ് സകല മനുഷ്യരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ആഹ്വാനമാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവവിശ്വാസം എന്നതിന് ക്രിസ്തീയത മുന്നോട്ട് വയ്ക്കുന്ന അർത്ഥം ലോകമതങ്ങൾ നൽകുന്ന ഉത്തരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്ന് നാം മനസ്സിലാക്കുന്നു. അത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ ദൈവികതയോടുള്ള അത്യാദരത്തെയാണ് സൂചിപ്പിക്കുന്നത്. വ്യക്തമായ ഉത്തരങ്ങൾക്ക് വേണ്ടി ദൈവത്തെ തേടുന്ന ബുദ്ധി വ്യായാമത്തിനപ്പുറം വാക്കുകൾ പരാജയപ്പെടുകയും രഹസ്യം ആഴപ്പെടുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെയും മൗനത്തിന്റെയും
ധ്യാനത്തിന്റെയും ആരാധനയുടെയും ഇടങ്ങളിൽ ദൈവികതയ്ക്ക് മുന്നിൽ വിസ്മയത്തോടെ ആയിരിക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ രീതി. ഇവിടെ വിശ്വാസത്തെ വാദപ്രതിവാദങ്ങളിലൂടെ വിജയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അതിനു പകരം വിശ്വാസത്തെ വിസ്മയം പ്രസരിപ്പിക്കുന്ന ഒരു ജീവിത രീതിയായി മാറ്റിയെടുക്കാൻ സഭാപിതാക്കന്മാർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയപ്പെട്ടു നിൽക്കുന്നതിനു പകരം അവയെ ദൈവപരിപാലനയിലുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായി മാറ്റുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എല്ലാം കൃത്യമായി വിശദീകരിക്കപ്പെടണം എന്നതിന്റെ ആ സമ്മർദ്ദത്തിൽ നിന്ന് ബിഷപ്പ് കല്ലിസ്റ്റസ് വെയറിന്റെ പ്രസ്താവന നമ്മെ വിമുക്തരാക്കുകയാണ്. ഒരു കടങ്കഥ പോലെ ദൈവത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾ അതിനുത്തരം തേടി പരിഹാരം കാണുകയല്ല, മറിച്ച് ജീവിതത്തിന് അർത്ഥം നൽകുന്ന ഒരു രഹസ്യമായി ദൈവത്തെ കണ്ടുമുട്ടുന്നതാണ് ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്ന ആത്മീയത. അതിനാൽ ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് തുറന്ന മനസ്സോടെ ജീവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ രഹസ്യം നമ്മെ ആഴത്തിലുള്ള അത്ഭുതത്തിലേക്കും രൂപാന്തരീകരണത്തിലേക്കും ആകർഷിക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം. ഈ വെളിച്ചത്തിൽ ക്രിസ്തീയത ഒരു കേവല ബൗദ്ധിക വ്യവസ്ഥയോ ഒരു നിയമ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഒരു ജീവിതമോ അല്ല. അത് ദൈവീകതയുടെ രഹസ്യങ്ങളിലേക്കുള്ള ഒരു ആജീവനാന്ത തീർത്ഥാടനമായി മാറുന്നു. ദൈവത്തിന്റെ സൗന്ദര്യം, അവിടുത്തെ സ്നേഹം, അധീശത്വം എന്നിവയുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അത് നമ്മെ പ്രാപ്തമാക്കുന്നു. ദൈവം വിശകലനാത്മകമായ ഒരു വിഷയമോ പൂർണ്ണമായി അറിഞ്ഞ് സംതൃപ്തി അടയേണ്ട ഒരു ലക്ഷ്യമോ അല്ല. അത് അക്ഷയമായ അത്ഭുതത്തിന്റെ ഉറവിടമായി നമുക്ക് മനസ്സിലാകുന്നു. ഇവിടെയാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം മൂല്യവത്താകുന്നത്. വിശ്വാസവും നാസ്തികതയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രഭാഷണം ഇത്ര സമയം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.